നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ബസ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തുമ്പോൾ ആരാധകർ ആവേശത്തിലായിരുന്നു. എന്നാൽ ആ ആവേശം ഒരു ദുരന്തമായി മാറാൻ അധികം സമയമെടുത്തില്ല. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തിക്കിലും തിരക്കിലും പെട്ട് 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കൂടാതെ 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആരാധകർക്ക് സന്തോഷകരവും ഉത്സവകരവുമായ ഒരു ദിവസമായിരിക്കുമെന്ന് കരുതിയത് ഒരു ഹൊറർ ഷോയായി മാറി. RCBയുടെ കന്നി IPL കിരീട വിജയാഘോഷങ്ങൾ നിർഭാഗ്യകരമായ സംഭവത്തോടെ തടസ്സപ്പെട്ടു. ടൂർണമെന്റ് വിജയിച്ചതിനു ശേഷം 18 മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. IPL ചരിത്രത്തിൽ ആദ്യമായി RCBക്ക് കിരീടം സമ്മാനിച്ച തങ്ങളുടെ നായകന്മാരെ ഒരു നോക്ക് കാണാമെന്ന പ്രതീക്ഷയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉച്ച കഴിഞ്ഞതു മുതൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത്. ആരാധകർ കാറുകൾക്ക് മുകളിലും മരച്ചില്ലകളിലും കയറി നിന്നാണ് അവർക്കായി കാത്തുനിന്നത്. ആൾക്കൂട്ടം തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായിരുന്നു. ഞങ്ങൾ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. സ്റ്റേഡിയം ഗേറ്റുകൾ ഇടുങ്ങിയതും ജനക്കൂട്ടത്തിന്റെ തിക്കും തിരക്കുമാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം റോയൽ ചലഞ്ചേഴ്സ് മാനേജ്മെന്റിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. പോലീസ് പരിപാടിക്ക് അനുമതി നൽകുന്നതിന് മുൻപേ തന്നെ വിക്ടറി പരേഡിനെ കുറിച്ച് RCB സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സർക്കാരിന്റെ അനാസ്ഥയാണിതെന്നാണ് BJPയുടെ ആരോപണം. സംഭവത്തിന് പിന്നാലെ വ്യാപക വിമർശനമാണ് സർക്കാരിനെതിരെയും ഉയരുന്നത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് പ്രധാന ആക്ഷേപം. നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്കിനും തിരക്കിനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് വിക്ടറി പരേഡിന് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. ഇതോടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് മാത്രമായി ആഘോഷം ചുരുക്കാനും RCB തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ചില നിയന്ത്രണങ്ങളോടെ അനുമതി നൽകുകയായിരുന്നു.